അറിഞ്ഞൂടാങ്കളെ, ഒന്നും അറിഞ്ഞൂടാ. ചെറിയൊരു ഒപ്പിടാൻ പോലും അറിഞ്ഞൂടെ മോനെ. കുഞ്ഞു മോനെ, നമ്മൾ എന്നെ പോലെ ഉള്ള ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പോകാനും വരാനൊന്നും പറ്റില്ല, ഇറങ്ങി കയറാനൊന്നും പറ്റില്ല. 10 വർഷം കൊണ്ട് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അധികാരത്തിൽ വന്ന പുതിയ പൂക്കി സർക്കാരിൻ്റെ പൂക്കിത്തരങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നതാണ്, അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്താണ് പൂക്കികളുടെ പുതിയൊരു സമ്മാനം? ഓണ സമ്മാനമായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പൂക്കികൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? വീടുകളിലേക്ക് കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇനി വീടുകളിലേക്ക് വരില്ല. എഴുന്നേറ്റിരിക്കാൻ പറ്റില്ലെങ്കിലും നടക്കാൻ പറ്റില്ലെങ്കിലും എങ്ങനെയെങ്കിലും മിഴഞ്ഞോ കിടന്നോ വലിഞ്ഞോ നമ്മുടെ പെൻഷൻ വാങ്ങാനായിട്ട് ബാങ്കുകളിലേക്ക് വന്നേക്കണം. അവിടെ വന്ന് ഒപ്പിട്ടിട്ട് മേടിച്ചാൽ മതി പെൻഷൻ. അല്ലാതെ പെൻഷൻ അങ്ങ് ചുമ്മാ കൊണ്ട് വീട്ടിലേക്ക് തരുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ല അങ്ങനെ വിചാരമുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഇരിക്കുന്നത് പിണറായി വിജയൻ അല്ല അങ്ങനെ കൊണ്ട് തരാൻ വേണ്ടിയിട്ട്. ഇത് പറ്റില്ല. ഇവിടെ വി ഡി സതീശനാണ്, വി ഡി സവർക്കറാണ് അധികാരത്തിലിരിക്കുന്നത്. രാജാവ് തീരുമാനിക്കും ഇവിടെ എന്ത് നടക്കണം, എങ്ങനെ നടക്കണം എന്നുള്ളത്. പിണറായി അല്ല തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയും വേണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ വന്ന്, അതിനെയും ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലായിക്കോട്ടെ പോളിംഗ് ബൂത്തിലായിക്കോട്ടെ എവിടെയാണെങ്കിലും അവിടെ വന്ന് മേടിച്ചോണം. അല്ലാതെ വീടുകളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുതേ. വൃദ്ധരായിക്കോട്ടെ അല്ലെ ചെറുപ്പക്കാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഈ സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ വേണമെങ്കിൽ ക്യൂ നിന്ന് മേടിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ 2016 മുൻപുള്ള കാലഘട്ടങ്ങളിലേക്ക് നമ്മുടെ പൂക്കികൾ കൊണ്ടുപോയിരിക്കുകയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ലല്ലോ. എന്തെങ്കിലും കാര്യങ്ങളുടെ സംശയങ്ങളെ പറ്റി അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ വന്ന് പറയൂ. നമുക്ക് അറിയാവുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കട്ടെ. പൂക്കികൾ അധികാരത്തിൽ വന്നപ്പോൾ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി മാറ്റും എന്നാണല്ലോ പറഞ്ഞത്. എവിടെയാണ് 3000 രൂപ? ഇന്ന് ആ 3000 രൂപ പോയിട്ട് 2000 രൂപ അല്ലെങ്കിൽ 1000 സംതിങ് രൂപ അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്, അതും വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഈ ഒരു പൂക്കിത്തരത്തിനെ തന്തയില്ലായ്മ പോക്കിരത്തരം എന്നുള്ള പേരിൽ തന്നെ നമ്മൾ വിളിക്കേണ്ടി വരും അല്ലേ? പക്ഷേ ഞാൻ ആ പേര് വിളിക്കുന്നില്ല കേട്ടോ. അത് നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ തീരുമാനിച്ചെടുത്തോ, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. ഞാനത് വിളിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുന്നേ. എന്തായാലും അമ്മ പറയുന്ന ബാക്കി കാര്യങ്ങൾ കേട്ടു നോക്കാം. അധികാരത്തിലെത്തി വെറും 90 ദിവസങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. കണ്ടുപോയിക്കോ. സഹായിക്കാനൊന്നും ആരും ഇല്ല വീട്ടിൽ. ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ. നേരത്തെയൊക്കെ ബാങ്കുകളിൽ പോയി ക്യൂ നിന്ന് വാങ്ങിയിരുന്നതാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് തന്നിരുന്നത്. 10 വർഷം കൊണ്ട് വാങ്ങിച്ചു വാങ്ങിച്ച 10 വർഷത്തേക്ക് മുമ്പേ. അതിന് ശേഷം വീട്ടിൽ കൊണ്ട് തരണം. ഇപ്പൊ ഒട്ടും വയ്യ, ഒരിടത്തും പോകാനും വയ്യ, ഇറങ്ങാനും വയ്യ, ഒട്ടും വയ്യ. കഴിഞ്ഞ 10 വർഷമായിട്ട് കൃത്യമായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തരണം. ഈ മനോര് കൊണ്ട് തരും. അതിന്റെ കണക്ക് അനുസരിച്ച് കൊണ്ട് തരും. താമസാലും എത്ര സന്ധ്യ ആയാലും കൊണ്ടുവന്ന് തരും കേട്ടോ. ബാങ്കിലെത്തി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അറിയോ? അറിഞ്ഞൂടാങ്കളെ. കണ്ടില്ല, ഇത് ഒരാളുടെ മാത്രം അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ഇതുപോലെ തന്നെ ആയിരക്കണക്കിന് പ്രായം ചെന്നിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും ഒരുപാട് ആളുകളുമുണ്ട്. ഒന്ന് എഴുന്നേറ്റ് പോലും നിൽക്കാനോ അല്ല എഴുന്നേറ്റ് ഇരിക്കാനോ എഴുന്നേറ്റ് നടക്കാനോ പറ്റാത്ത ആളുകൾ. എന്തിനേറെ പറയണം, ഒന്ന് കട്ടിലിൽ നിന്ന് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത ആളുകൾ. അവർക്ക് പെൻഷൻ കൊടുക്കണ്ട എന്നാണോ ഈ സർക്കാർ തീരുമാനിക്കുന്നത്? അങ്ങനെയുള്ള ആളുകൾ, വികലാംഗരായിട്ടുള്ള ആളുകൾ, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആളുകൾ പെൻഷൻ വാങ്ങാൻ അർഹരല്ല എന്നാണോ ഈ സർക്കാരിൻ്റെ തീരുമാനം? അങ്ങനെ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഈ രീതിയിലായിരുന്നില്ല കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയൻ എന്ന് പറയുന്ന ചിരിക്കാത്ത മുഖ്യമന്ത്രിയോട് ചെയ്തത്. എല്ലാവരുടെയും വീടുകളിലേക്ക് കൃത്യമായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ അവരുടെ വീടുകളിലേക്ക്, ഓരോരുത്തരുടെയും വീടുകളിലേക്ക് 1 രൂപ പോലും അടിച്ചു മാറ്റാതെ, 1 രൂപ പോലും കട്ടെടുക്കാതെ കൃത്യമായിട്ട് എത്തിച്ചിരുന്നു. ഇതിൽ പൂക്കികൾക്ക് പറയാനൊരു ന്യായീകരണമുണ്ട് കേട്ടോ. ഇത് പദ്ധതികൾ സുതാര്യമാക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്നാരും കൈയിട്ട് വാരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നതെന്നാണ്. മുൻപ് ആരാണ് സതീശൻജി കൈയിട്ട് വാരിയത്? നിങ്ങളുടെ ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് കൈയിട്ട് വാരലൊക്കെ നടന്നിട്ടുണ്ടാവാം. അതുപോലെ ആയിരുന്നില്ല കഴിഞ്ഞ 10 വർഷങ്ങളിൽ. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ സഖാവ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിക്കാൻ നീക്കം. ബാങ്കുകൾ കയറി ഇറങ്ങാതെ വീട്ടുപടിക്കൽ പെൻഷൻ തുക ലഭ്യമാക്കിയ സംവിധാനമാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. പെൻഷൻ പദ്ധതിയെ തന്നെ ദുർബലമാക്കാനാണ് UDF സർക്കാരിന്റെ ശ്രമം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്തേക്ക് വന്നിരിക്കുന്നത്. 10 വർഷമായി DBD തിരഞ്ഞെടുക്കാത്ത ഉപഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് വീടുകളിൽ നേരിട്ട് പെൻഷൻ ലഭിച്ചിരുന്ന സംവിധാനമാണ് പുതിയ ഉത്തരവിലൂടെ ഇല്ലാതെയാക്കുന്നതെന്ന് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. കിടപ്പ് രോഗികൾ ഒഴികെയുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രം പെൻഷൻ നൽകാനുള്ള തീരുമാനം വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്നും അദ്ദേഹം വിമർശിച്ചു.
കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാൽ സാമ്പത്തിക സഹായം നഷ്ടമാകുമെന്ന വാദം സർക്കാർ ഉയർത്തുന്നുണ്ടെങ്കിലും കേരളത്തിൽ വിതരണം ചെയ്യുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതം വളരെ ചെറിയ പങ്ക് മാത്രമാണെന്നും ഭൂരിഭാഗം തുകയും സംസ്ഥാന സർക്കാർ തന്നെയാണ് നൽകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. പുതിയ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും ആവശ്യമുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും സഹകരണ സംഘങ്ങൾ വഴി വീട്ടുപടിക്കൽ പെൻഷൻ എത്തിക്കുന്ന പഴയ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഇതാണ് ആ ഒരു പോസ്റ്റിന്റെ താഴെ വന്നിട്ടുള്ള കാര്യങ്ങൾ. മീഡിയ വണ്ണാണ് പങ്കുവച്ചിരിക്കുന്നത്, കൈരളി TV അല്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും, അത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ ആളുകളുടെയും കരങ്ങളിലേക്ക് കിട്ടിയിരുന്ന പെൻഷൻ, ആ പെൻഷനാണിന്ന് നമ്മുടെ പൂക്കികൾ അതങ്ങനെ കൊടുക്കുന്നില്ല. വേണമെങ്കിൽ ബാങ്കിൽ വന്നിട്ട് മേടിച്ചോ, അതാരുമായിക്കോട്ടെ, എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നവനോ കിടക്കുന്നവനോ വികലാംഗനോ ആരുമായിക്കോട്ടെ, വേണമെങ്കിൽ വന്ന് മേടിച്ചാൽ മതി, ഞങ്ങൾക്ക് ഒരു നിർബന്ധവുമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ ആയിരുന്നോ ഇതിനു മുൻപുള്ള അവസ്ഥ? ഇന്ന് അധികാരത്തിൽ വന്ന് ചിരിക്കാത്ത മുഖ്യമന്ത്രി മാറി ചിരിക്കുന്ന മുഖ്യമന്ത്രി വന്നപ്പോൾ ജനങ്ങൾ കരഞ്ഞു തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച നിങ്ങൾ കാണുന്നത്. ഇതിൽ ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു കാര്യത്തെപ്പറ്റി, അതായത് സാമൂഹ്യ പെൻഷൻ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കില്ല എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി നമ്മുടെ റിപ്പോർട്ട് ചാനൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്, ഒന്ന് കണ്ടുവയ്ക്കാം. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിൽ നേരിട്ടെത്തിക്കില്ലെന്ന സർക്കാർ തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം. സാമൂഹ്യക്ഷേമ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ നേരിട്ടെത്തിക്കുന്നത് അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെയാണ് വിമർശനം ഉയരുന്നത്. ആധാർ ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രമായിരിക്കും ഇനി പെൻഷൻ ലഭിക്കുക. സഹകരണ ബാങ്കുകൾ വഴിയുള്ള വിതരണം അധിക ചെലവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പൂർണ്ണമായും കിടപ്പിലായ രോഗികൾക്ക് മാത്രം പെൻഷൻ തുക നേരിട്ട് വീടുകളിൽ എത്തിക്കും. റോഷിബാലുണ്ട്. റോഷിബാൽ, എന്താണ് ഇതിൽ പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനം? പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പെൻഷൻ ബാങ്കുകളിലൂടെ മാത്രം വിതരണം ചെയ്യുന്നത് എന്ന നിലപാടാണ്, അങ്ങനെ ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി കിടപ്പ് രോഗികൾക്ക് മാത്രമല്ല, അവശത അനുഭവിക്കുന്നവരടക്കം പെൻഷൻ അവരുടെ വീടുകളിൽ എത്തുന്നുണ്ട്. അത് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയാണ് പെൻഷൻ വിതരണം ചെയ്തത്. ഏതാണ്ട് 23 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇങ്ങനെ ഒരു സഹായം ലഭിക്കുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് പെൻഷൻ ബാങ്കുകളിലൂടെ മാത്രമായിരിക്കും എന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. അത് ആധാർ ലിങ്ക് ചെയ്ത ബാങ്കുകൾ എന്നാണ് പറയുന്നത്. നിലവിൽ ഉള്ള പല ഗുണഭോക്താക്കൾക്കും അങ്ങനെ പൊതുമേഖലാ ബാങ്കുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളിലോ സ്വകാര്യ ബാങ്കുകളിലോ അക്കൗണ്ട് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളി. മാത്രവുമല്ല, പലർക്കും തൊട്ടടുത്ത ATMകളില്ല, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി വിശ്വസ്തരായി ആശ്രയിക്കാൻ പറ്റുന്ന ആളുകളില്ല. അതുകൊണ്ട് അവർക്ക് ബാങ്ക് കണ്ടില്ലേ, ഞാൻ പറഞ്ഞതിലൊരു ചെറിയ തെറ്റുണ്ട്. കിടപ്പ് രോഗികൾക്കെല്ലാം, അതായത് പൂർണ്ണമായിട്ടും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ചു കൊടുക്കും. പക്ഷേ ഒരു വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ പൂക്കികൾ പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും, വികലാംഗരായിക്കോട്ടെ അല്ലാതുള്ള ആളുകളായിക്കോട്ടെ, അവർക്കെല്ലാവരുടെയും വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള സംവിധാനമായിരുന്നു ഇടതുപക്ഷ സർക്കാർ ഇവിടെ 10 വർഷങ്ങളിൽ ആരംഭിച്ചു വെച്ചതും ചെയ്തതുമൊക്കെ. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കുറേ പണം കൈയിട്ട് വാരണം എന്നുള്ളൊരു പേരിൽ മാത്രം പൂക്കികൾ കാണിക്കുന്ന പൂക്കിത്തരം എന്ന് തന്നെ നമുക്കിതിനെ പറയാമല്ലേ. അല്ലാതെ വലിയ വികസന മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണെന്നോ അല്ലെങ്കിൽ ഇത് ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ച ഒരു ദൂരത്തിൻ്റെ ആരംഭമാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇടതുപക്ഷ സർക്കാർ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം കൃത്യമായിട്ടും വേണ്ട രീതിയിലും എല്ലാവരുടെയും കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടാണ് അധികാരത്തിൽ നിന്ന് പോയത്. ഈ ചിരിക്കാത്തവനെ തോൽപ്പിച്ച് ചിരിക്കുന്നവനെ വിജയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ സന്തോഷം കൊള്ളുന്ന, വലിയ രീതിയിൽ അഹോരാത്രം പണിയെടുക്കുന്ന മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ വലിയ രീതിയിൽ പിണറായിസത്തിനെതിരെയും പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന കുറേയധികം അടിമകളൊക്കെ ഉണ്ട്. അത് കമ്മികളായിക്കോട്ടെ, സംഘികളായിക്കോട്ടെ, സുഡാപ്പികളായിക്കോട്ടെ, ജിഹാദികളായിക്കോട്ടെ, കൊങ്ങികളായിക്കോട്ടെ, എല്ലാവരും വലിയ മെഴുകലുകളാണ്. ഞങ്ങളാണ് പിണറായി വിജയനെ തോൽപ്പിച്ചത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ഞങ്ങളാണെന്ന്. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും കുറച്ചധികം ആളുകൾ ഭാഗ്യം, ഞാൻ ആ വോട്ട് ചെയ്തതിൽ, അല്ലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെതിരെ സംസാരിച്ചുകൊണ്ട് വോട്ട് മാറ്റിക്കുത്തി പൂക്കികളെ വിജയിപ്പിച്ചതിൽ ഞാനും എൻ്റെ കുടുംബവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം കൊള്ളുന്ന കുറച്ചധികം ആളുകളുമുണ്ട്. എന്തുകൊണ്ടാണ്? ഈ പൂക്കികൾ അധികാരത്തിൽ വന്നത് കാരണം കരയുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ട് മനസ്സലിഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ കാരണമാണല്ലോ ഈ ജനങ്ങൾക്ക് ഈ ഗതി വന്നതെന്ന് മനസ്സിലായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ കഴിവുള്ള, മനസാക്ഷിയുള്ള, മനുഷ്യത്വമുള്ള, മനുഷ്യ സ്നേഹങ്ങൾക്കും മാനുഷിക ബന്ധങ്ങൾക്കും വില കൽപ്പിക്കുന്ന ആളുകളാണ് ആ രീതിയിൽ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാം. എന്തായാലും ഞാനും ആ കൂട്ടത്തിലില്ല കേട്ടോ. അതായത് പൂക്കികളെ വിജയിപ്പിച്ച് പാവങ്ങളെ കരയിപ്പിച്ച ആ ഒരു നന്ദികെട്ടവന്മാരുടെ കൂട്ടത്തിൽ ഞാനില്ല. എന്തായാലും അതിൽ എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്, ഒരു നല്ല ആത്മസംതൃപ്തിയുണ്ട്. പക്ഷേ
നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ താഴേക്കിടയിൽപ്പെട്ട മുകളിലുള്ള ആളുകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നുമില്ലാത്ത പാവങ്ങൾ അങ്ങനെ വേണമെങ്കിൽ പറയണം. അങ്ങനെയുള്ള പാവങ്ങളാണ് ഇതിൻ്റെ എല്ലാം പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. പണക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടാണ്, അവർ കിടപ്പിലാണെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ പൂക്കികൾ ചെയ്യും. എന്നാൽ ഒന്നുമില്ലാത്ത ബാങ്ക് എന്താണെന്നോ ബാങ്കിൻ്റെ റെക്കോർഡ്സ് എന്താണെന്നോ അവിടെ പോയി പണം എടുക്കേണ്ടത് എങ്ങനെയാണെന്നോ അറിയാത്ത കുറേ അധികം ആളുകളുണ്ട്. അവർക്കെല്ലാം ഇത് വലിയൊരു തിരിച്ചടിയാണ്, അല്ല അവർക്കെല്ലാം വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കറിയാം, കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടൊക്കെ UDF ഈ പെൻഷൻ വിതരണം നടത്തിയത് ക്യൂ നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇനിയും നടക്കുന്നേ. അതൊക്കെ നടന്നാലും വിസ്മയമാണെന്നേ നമുക്ക് പറയാൻ പറ്റും. ഒരു ചേഞ്ച് ആണെന്നും വിസ്മയമാണെന്നും നമ്മൾ പറയണം. ഇതൊന്നും ഈ സർക്കാരിൻ്റെ ഒരു കഴിവുകേടൊന്നുമല്ല, സർക്കാരിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജനങ്ങളെ പൊട്ടന്മാരാക്കാനും മണ്ടന്മാരാക്കാനുമുള്ള പ്രത്യേകം കഴിവ് അത് ഇവർക്ക് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണ്ടാൽ പറ്റും.